മലപ്പുറം എടപ്പാളിൽ കരാർ തൊഴിലാളികളെ ആക്രമിച്ചുവെന്ന പരാതിയിൽ 10 CITU പ്രവർത്തകർക്കെതിരെ കേസെടുത്തു. കൈകൊണ്ടും ട്യൂബ്ലൈറ്റ് കൊണ്ടും അടിച്ച് പരിക്കേൽപ്പിച്ചു എന്നാണ് FIR. സംഘർഷമുണ്ടായിട്ടില്ലെന്ന് ചുമട്ടുതൊഴിലാളി യൂണിയൻ മലപ്പുറം ജില്ലാ പ്രസിഡന്റ് MB ഫൈസൽ പറയുകയാണ്. പരിക്കേറ്റ തൊഴിലാളി ഫായിസ് ഷാജഹാന്റെ മൊഴിയുടെ അടിസ്ഥാനത്തിൽ കണ്ടാലറിയാവുന്ന 10 CITU പ്രവർത്തകർക്കെതിരെ ചങ്ങരംകുളം പോലീസാണ് കേസെടുത്തത്. കൈകൊണ്ടും ഫൈബർ ട്യൂബ്ലൈറ്റ് കൊണ്ടും തൊഴിലാളികളെ അടിച്ചു പരിക്കേൽപ്പിച്ചെന്നാണ് FIRിലുള്ളത്. മനഃപൂർവ്വം പരിക്കേൽപ്പിക്കുക, സംഘം ചേർന്ന് ആക്രമിക്കുക, ആയുധം ഉപയോഗിച്ച് പരിക്കേൽപ്പിക്കുക, അസഭ്യം പറയുക എന്നീ കുറ്റങ്ങളാണ് ചുമത്തിയത്. എന്നാൽ ആരെയും ആക്രമിച്ചിട്ടില്ലെന്നാണ് CITU വിശദീകരണം. ഇതിനകത്തൊരു സംഘർഷമില്ല, ഒരു വാക്കേറ്റോ ബഹളോ ഒരു വാഗാതോ അടിപിടിയോ ഒന്നും ഉണ്ടായിട്ടില്ല. നമ്മളുടെ തൊഴിൽ നഷ്ടപ്പെടുമ്പോൾ ചോദ്യം ചെയ്യും. അതെന്താ വെച്ചാൽ നമ്മളാണ് നിയമപരമായി തൊഴിലെടുക്കാൻ ചുമതലപ്പെട്ട ആളുകൾ എന്ന് നിലക്കാണ്. കഴിഞ്ഞ ദിവസമാണ് എടപ്പാളിൽ ലോറിയിൽ നിന്ന് ചുമട്ടു തൊഴിലാളികൾ അറിയാതെ ജീവനക്കാർ ലോഡിറക്കിയതിന് CITUക്കാർ മർദ്ദിച്ചതായി പരാതി ഉയർന്നത്. അക്രമത്തിനിടെ ഭയന്നോടിയ പത്തനാപുരം സ്വദേശി ഫായിസ് ഷാജഹാൻ കെട്ടിടത്തിൽ നിന്ന് അടുത്ത കെട്ടിടത്തിലേക്ക് ചാടിയപ്പോഴാണ് പരിക്കേറ്റത്. യുവാവ് തൃശൂർ മെഡിക്കൽ കോളേജ് ആശുപത്രിയിൽ ചികിത്സയിലാണ്. 24 തിരൂർ. ഇവിടെ പൗത്ര ബാധരപര പറയുകയാണ്. ഗുഡ് ആഫ്റ്റർനൂൺ ആഷ്മി. പനിയുടെ ലക്ഷണമുണ്ട്. 24 കൊണ്ട് എവിടെയും പോവാതിരിക്കുകയാണ്. ചേട്ടാ, പനിയുടെ ലക്ഷണമില്ലാത്ത ആരെങ്കിലും ഈ സമയത്തുണ്ടോ? കൂട്ടപ്പനിയാണ്. നേരത്തെ നമ്മൾ പറഞ്ഞ പോലെ പനിബാധ എണ്ണത്തിലൊക്കെ വലിയ വർധന ഉണ്ടാവുന്നുണ്ട്. ആശുപത്രിയിലൊക്കെ പോകാതിരിക്കുന്നവരൊക്കെ ഉണ്ട്. പരമാവധി ഇപ്പോഴത്തെ പനിയാണ്. പനിയൊക്കെ വന്നു കഴിഞ്ഞാൽ സ്വയം ട്രീറ്റ്മെൻറ്റ് എടുക്കാതെ ആശുപത്രിയിലേക്ക് പോവുക, ഒരു ഡോക്ടറെ കാണുക എന്നൊക്കെയുള്ളത് അടിയന്തര പ്രാധാന്യമുള്ള കാര്യം കേട്ടോ.